റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. കുടിയേറ്റ നിയമങ്ങളിൽ വരുത്തുന്ന പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പരാമർശിച്ച മാറ്റങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും കെയർ വർക്കർമാരെ കൊണ്ടുവരുന്നത് നിർത്തലാക്കും. അതിനു പുറമെ സ്കിൽഡ് വർക്കർമാർക്ക് വിസ ലഭിക്കുവാൻ ആവശ്യമായ മിനിമം ശമ്പളവും മിനിമം യോഗ്യതയും ബില്ലിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി മുതൽ സ്കിൽഡ് വർക്കർമാർക്ക് ചുരുങ്ങിയത് ഡിഗ്രി ലെവൽ വിദ്യാഭ്യാസം ആവശ്യമായി വരും. ഫലത്തിൽ 111 തസ്തികകളിൽ ഇനി വിദേശികൾക്ക് അവസരം ലഭിക്കില്ല. വിദേശ തൊഴിലാളികൾക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് 41,700 പൗണ്ടെങ്കിലും ശമ്പളമായി ഉണ്ടായിരിക്കണം. നേരത്തെ ഇത് 38,700 ആയിരുന്നു. ഡിഗ്രി ഫലത്തിനു താഴെ വിദ്യാഭ്യാസം ആവശ്യമായ ജോലികളുടെ കാര്യത്തിൽ 2026 അവസാനം വരെ സമയബന്ധിതമായ രീതിയിൽ ഒരു താൽക്കാലിക ജോബ് ഷോർട്ടേജ് ലിസ്റ്റ് രൂപീകരിക്കും. സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് ഈ നിയമം ഉപയോഗിക്കാം. എന്നാൽ ഇത്തരത്തിൽ വരുന്നവർക്ക് ആശ്രിതരെ കൊണ്ടുവരുവാൻ സാധിക്കില്ല. കൂടാതെ ശമ്പളത്തിന്റെ കാര്യത്തിലും വിസ ഫീസിലും ഇളവുകൾ ലഭിക്കില്ല. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ റോയൽ ട്രെയിൻ 2027 നിർത്തലാക്കുമെന്ന് റിപ്പോർട്ട്. ഉപയോഗത്തിന്റെയും പണത്തിന്റെയും മൂല്യത്തിന്റെയും അവലോകനത്തിന് ശേഷമാണ് ബക്കിംഗ്ഹാം കൊട്ടാരം തിങ്കളാഴ്ച പ്രഖ്യാപിച്ച ചെലവ് ലാഭിക്കൽ നടപടിയുടെ ഭാഗമായിട്ട് ട്രെയിൻ നിർത്തലാക്കുകയാണെന്ന് അറിയിച്ചത്. 1842 ട്രെയിൻ ആരംഭിക്കുന്നത്. വിക്ടോറിയ രാജ്ഞി ഇംഗ്ലണ്ടിലെ ഷ്ലോയിൽ നിന്ന് ലണ്ടൻ പാരിംഗ്ടൺ സ്റ്റേഷനിലേക്ക് പ്രത്യേകം നിർമ്മിച്ച ട്രെയിൻ യാത്ര ചെയ്തത് മുതലാണ് ഇത് രാജകുടുംബത്തിന്റെ സ്വത്തായി മാറിയത്. സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സും ഒരു ഓഫീസും ഉൾപ്പെടെ 9 വണ്ടികളുള്ള റോയൽ ട്രെയിൻ 1977 എലിസബത്ത് രാജ്ഞിയുടെ രജത ജൂബിലിക്കായി അവതരിപ്പിച്ചു. എന്നാൽ റോയൽ ഹൗസ് ഹോൾഡിന്റെ വാർഷിക അക്കൌണ്ട്സ് റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരിയിൽ സ്റ്റഫോർഡ്ഷെയറിലെ രാജാവിന്റെ സന്ദർശനത്തിന് 44,822 പൗണ്ട് ചെലവായി. കഴിഞ്ഞ വർഷം ആഡംബര വാഹന നിർമ്മാതാക്കളായ ബെന്റ്ലിയുടെ ചെഷെയർ ആസ്ഥാനത്തേക്ക് മറ്റൊരു യാത്രയ്ക്ക് 33,000 പൗണ്ടും ചെലവായിരുന്നു. സ്ട്രോക്ക് രോഗികളുടെ രോഗാവസ്ഥ തിരിച്ചറിയുന്നതിലും ചികിത്സ ലഭ്യമാക്കുന്നതിലും NHS തുടരെ പരാജയപ്പെടുന്നതായി റിപ്പോർട്ട്. ഇംഗ്ലണ്ടിന്റെ ഹെൽത്ത് ഓംബുഡ്സ്മാനാണ് സ്ട്രോക്ക് രോഗികളെ പരിചരിക്കുന്നതിൽ ഹെൽത്ത് സർവീസ് തുടർച്ചയായ വീഴ്ചകൾ സംഭവിക്കുന്നത്. വേൾഡ് സ്ട്രോക്ക് അസോസിയേഷൻ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ ഈ വർഷം 12 മില്യൺ പേർക്ക് സ്ട്രോക്ക് നേരിടാം. ഇതിൽ 6.5 മില്യൺ പേർക്ക് ജീവഹാനി സംഭവിക്കുമെന്നാണ് കരുതുന്നത്. UK ഏറ്റവും വലിയ കൊലയാളികളൊന്നായ സ്ട്രോക്ക് ബാധിച്ച് പ്രതിവർഷം 34,000 പേരാണ് മരിക്കുന്നത്. ഇന്ത്യൻ റേഡിയോഗ്രാഫർമാരുടെ രാജ്യാന്തര സമ്മേളനം ശ്രീ സോജൻ ജോസഫ് MP ഉദ്ഘാടനം ചെയ്യും. പ്രൊഫഷണൽ അലയൻസ് ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് ജൂലൈ 5 അപ്പോളോ ബക്കിംഗ്ഹാം ഹെൽത്ത് സയൻസ് ക്യാമ്പസിൽ വെച്ച് രാജ്യാന്തര റേഡിയോഗ്രാഫേഴ്സ് കോൺഫറൻസ് നടത്തുന്നു. UK ജോലി ചെയ്യുന്ന രാജ്യാന്തര തലത്തിൽ പരിശീലനം നേടിയ റേഡിയോഗ്രാഫർമാരുടെ വൈവിധ്യം, തൊഴിൽപരമായ വളർച്ച, അതുല്യമായ സംഭാവനകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് കോൺഫറൻസിന്റെ ലക്ഷ്യം. അഷ്ഫോർഡിലെ പാർലമെന്റ് അംഗം ശ്രീ സോജൻ ജോസഫ് MP സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റി ആൻഡ് കോളേജ് ഓഫ് റേഡിയോഗ്രാഫേഴ്സിന്റെ CEO റിച്ചാർഡ് ഇവാൻ, ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് ആൻഡ് റേഡിയേഷൻ ടെക്നോളജിസ്റ്റ് പ്രസിഡന്റിന്റെയും പ്രഭാഷണങ്ങളും ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളം അതിസുന്ദരം, എനിക്ക് തിരിച്ചു പോകേണ്ട പറയുന്നത് മറ്റാരുമല്ല, സാങ്കേതിക തകരാറ് മൂലം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 പോർ വിമാനമാണ്. കേരള ടൂറിസം വകുപ്പിന്റേതാണ് ലോകോത്തര തലത്തിൽ വരെ ശ്രദ്ധിക്കാവുന്ന പരസ്യതന്ത്രം. അറ്റകുറ്റപ്പണികൾ വൈകുന്നതിനാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് പോർ വിമാനത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതാണ് കേരള ടൂറിസം വകുപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പരസ്യം പങ്കുവച്ചിരിക്കുന്നത്. കേരളം അതിമനോഹരമായ സ്ഥലമാണ്, എനിക്ക് തിരിച്ചു പോകേണ്ട, തീർച്ചയായും ഞാൻ ഇത് ശുപാർശ ചെയ്യുന്നു എന്ന പരസ്യവാചകമാണ് ചേർത്തിരിക്കുന്നത്. ഈ പരസ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. വിവാദ സിനിമ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നേരിൽ കണ്ട് തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റാതെ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സിനിമ കാണണമെന്നാണ് ജസ്റ്റിസ് N നഗരേഷ് വ്യക്തമാക്കിയത്. പാലാരിവട്ടത്തെ ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ കോടതിക്ക് സിനിമ കാണുവാൻ സൗകര്യമൊരുക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. സെൻസർ ബോർഡ് തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിക്ക് പുറമെ റിലീസ് വൈകുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾ മറ്റൊരു ഹർജി കൂടി നൽകിയിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ രണ്ടാമത്തെ ഹർജിക്ക് മറുപടി സമർപ്പിക്കുവാൻ കൂടുതൽ സമയം വേണമെന്ന് സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിനവ് ചന്ദ്രചൂഡ് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പ് കേസ് പ്രതിയെ തേടി വിശാഖപട്ടണത്തെത്തിയ കോട്ടയം സൈബർ പോലീസ് സംഘത്തെ വളഞ്ഞ് നാട്ടുകാർ. ഓൺലൈനിലൂടെ 1.64 കോടി രൂപ തട്ടിയ ആന്ധ്രാപ്രദേശ് സ്വദേശി രമേശിനെ തേടിയാണ് കോട്ടയം സൈബർ പോലീസ് സ്ഥലത്തെത്തിയത്. എന്നാൽ കണ്ണൂർ സ്ക്വാഡ് സിനിമാ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം നാട്ടുകാർ പോലീസ് സംഘത്തെ വളയുകയായിരുന്നു. പക്ഷേ പ്രതിയെ പിടികൂടി കേരളത്തിലെത്തിക്കാൻ സാധിച്ചെന്ന് സംഘത്തെ നയിച്ച സൈബർ പോലീസ് SHO VR ജഗദീഷ് പറഞ്ഞു. കോട്ടയം സൈബർ പോലീസിനൊപ്പം വിശാഖപട്ടണം പോലീസും ഉണ്ടായിരുന്നു.
ഇനി കായിക വാർത്തകൾ. മലയാളി താരം സഞ്ജു സാംസൺ അടുത്ത IPL സീസണിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പ്രതികരണവുമായി മുൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര. സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സിന് നൽകാമെന്ന് രാജസ്ഥാൻ റോയൽസ് സമ്മതിച്ചാലും പകരം രവിചന്ദ്രൻ അശ്വിനോ രവീന്ദ്ര ജഡേജയെ പോലുള്ള താരങ്ങളെ അവർക്ക് കൈമാറേണ്ടി വരുമെന്ന് ചോപ്ര അഭിപ്രായപ്പെട്ടു. ധോണിയുടെ പകരക്കാരനെയാണ് ചെന്നൈ അന്വേഷിക്കുന്നതെങ്കിൽ സഞ്ജു അതിനൊത്ത കളിക്കാരനാണെന്നും ചോപ്ര അഭിപ്രായപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ ചർച്ചയായി മാറിയ ഈ ട്രേഡ് യാഥാർത്ഥ്യമാകുമോ? ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കുന്നതിൽ താൽപര്യം അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം പകരം ആരെ കൈമാറണമെന്നുള്ള ഉൾപ്പെടെയുള്ള വ്യക്തത വരുത്തുന്ന തലത്തിൽ ചർച്ചകൾ എത്തിയിട്ടുമില്ല. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.41 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.